എല്ലാവർക്കും ടെക്ലൈ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ G55 കുറിച്ചാണ്. സോ ഗ്ലോബലി ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോൺ. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടോ G45 ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ സ്പെക്ക് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ G64 ഓൾമോസ്റ്റ് സെയിം സ്പെക്കൊക്കെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. 8.2 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്, 182 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വീഗൻ ലെതർ ബാക്ക് ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം, വാട്ടർ റിപ്പലന്റ് കോട്ടിംഗ് ആണ് വരുന്നത്. ഏത് വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് ശരിക്കും പറഞ്ഞത്. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ 6.49 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് 120 ഹെർട്സ് ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. 600 നിറ്റ്സ് ആയിരിക്കും ബ്രൈറ്റ്നസ് വരിക. 405 PPI പിക്സൽ ഡെൻസിറ്റി വരുന്നുണ്ട്. സോ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. സോ നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 3.5 മില്ലിമീറ്റർ ജാക്ക് ഉണ്ട്. ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നല്ലൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ സിസ്റ്റവും നല്ലത് തന്നെയാണ്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മോട്ടോ G64 സെയിം പ്രോസർ തന്നെയാണ് ഇവിടെ വരുന്നത്. MediaTek Dimensity 7025 ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ 2 സിമ്മും ഒരു SD കാർഡ് നമുക്ക് ഇവിടെ ഇടാൻ പറ്റുന്നുണ്ട്. പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പെക്കുള്ള പ്രോസർ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രോസർ തന്നെയാണ്. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 4,88,915 ആണ് വരുന്നത്. CPU 1,61,084, GPU 77,821. നെക്സ്റ്റ് നമ്മൾ OSന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ MyUX ആണ് വരുന്നത് മോട്ടോയുടെ. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള എന്താ പറയുക ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ അകത്ത് ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ OS ഇച്ചിരി ബെറ്റർ മോട്ടോയുടെ ആയിരിക്കും. കാരണം ഒന്ന് ഇതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ്. സോ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള പ്രോസർ ആയിരിക്കില്ല ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്തിരി ലൈറ്റ് UI ആയിരിക്കും. സോ OS നല്ലൊരു OS ആയിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. മോട്ടോയുടെ UI ഒരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് തന്നെ വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു പ്രൈമറി ഒരു 50 മെഗാ പിക്സലിൻ്റെ f1.8 ആപ്സിൽ വരുന്ന പ്രൈമറി സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080p 60 FPS സപ്പോർട്ട് ചെയ്യും. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് f2.2 ആപ്പച്ചറാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഓട്ടോ ഫോക്കസ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1080p 30 FPS. നെക്സ്റ്റ് നമ്മൾ സെൽഫി ക്യാമറ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ f2.4 സെൽഫി ക്യാമറ വരുന്നുണ്ട്. സോ 1080p 30 FPS ആണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മോട്ടോയുടെ ക്യാമറ ആൽഗോരിതം അത്യാവശ്യം നല്ലത് തന്നെയാണ്. നെക്സ്റ്റ് ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിലും കിട്ടും. സോ 0 to 100 ഒരു മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. പിന്നെ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും വരുന്നുണ്ട്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 13 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 5, Bluetooth 5.3, പിന്നെ NFC വരുന്നുണ്ട്. NFC ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ വരുമ്പോൾ എങ്ങനെയാണ്, മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ചിലപ്പോൾ ചിലപ്പോൾ വരാണ്ടിരിക്കാം, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഗ്ലോബലിൽ നമുക്ക് NFC അവൈലബിൾ ആണ്. പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 2 വേരിയൻ്റ് ആണ് വരുന്നത്. 8GB 128ഉം 8GB 256 ഈ 2 വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്ക് എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ 13,000 രൂപ താഴെയാണ് വരുന്നത്. ഒരു 12,500 12,000 ആ റേഞ്ചാണ് വരുന്നത്. സോ നല്ല പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാലൻസ്ഡ് ഫോണാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഫോൺസ് ഉണ്ട്. iQOO Z9X ഒക്കെ കൂടെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 601 വരുന്ന സ്മാർട്ട് ഫോണാണ് അത്. അതിൽ കുറച്ച് കുറവുകളുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി കുറവാണ്. കാരണം അതിൽ OISും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സെക്കൻഡറി ക്യാമറകളൊന്നും വരുന്നില്ല. മീൻസ് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഒന്നും വരുന്നില്ല. അതേസമയം മോട്ടോ G50 ആണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫോണാണ്. ബിൽഡ് അടിപൊളിയാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ക്യാമറ നല്ലതാണ്, പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എനിക്കൊരു നല്ല ഫോണായിട്ടാണ് തോന്നിയിരിക്കുന്നത്. 12,500 13,000 റേഞ്ചിൽ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബാലൻസ് ആയിട്ടുള്ള ഫോണാണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ കാഴ്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.